ഗൈസ്, നമുക്കിന്നൊരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ട്. അപ്പോൾ കല്യാണ പെണ്ണൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ചെന്നതും എൻ്റെ ഹെയറിൽ നല്ല ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ ക്രിമ്പ് ഇപ്പോൾ ഭയങ്കര പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൈഡ്സ്. ഞങ്ങൾ മൊത്തം 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. സാരി ഡ്രേപ്പിങ്ങും ഓർണമെന്റ്സും അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. വടകരയിലെ ഹരിത അക്കാദമിയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ 5 പേരും ബ്രൈഡായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് എന്നെ മേക്കപ്പ് ചെയ്തത് ഈ പുള്ളിയാണ് ശലഭ ചേച്ചി. ഞങ്ങൾ 5 പേരെയും 5 പേരാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവരൊക്കെ ചെയ്തപ്പോൾ. ഇതാണ് ഹരിത ചേച്ചി. നമ്മളിപ്പോ ചെയ്തത് എച്ച് മേക്കപ്പ് ആണ്. എച്ച് മേക്കപ്പിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ മേക്കപ്പ് പോവോ തൊട്ട് കഴിഞ്ഞാൽ പോകുമോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഒരു കാലത്ത് വന്നപ്പോൾ മേക്കപ്പ് ചെയ്തതാണ്. ഇപ്പൊ ടൈം ഒരു 6:30 നമ്മൾ ചെയ്തിട്ട് മേക്കപ്പ് പോവോ? നമ്മൾ എത്ര തുടച്ചാലും മേക്കപ്പ് പോവില്ല. കാരണം എന്താ, നമ്മൾ സ്കിൻ ടോൺ മേക്കപ്പ് ബേസ് കറക്റ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടാണ്. ബേസ് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. ഒരു ഏറ്റവും നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിന് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മേക്കപ്പ്. അതല്ലാതെ മേക്കപ്പ് കറുത്ത് പോവുക ഇരുണ്ട് പോകുമ്പോൾ മേക്കപ്പിന്റെ ബേസ് തെറ്റാണ്. അപ്പോൾ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നതോറും വെളുത്ത് ഭംഗി വെച്ച് ഗ്ലോ ആയിട്ട് വരുന്നത് കറക്റ്റ് ബേസ് ആണ്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ മേക്കപ്പ് കൂടെ പഠിപ്പിക്കുന്നത്.